കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഏതോ അന്യഗ്രഹത്തിൽ വന്നൊരു ജീവിയല്ല, അതൊരു മനുഷ്യനാണ്. ഒരു ദേശീയപാതയുടെ ജോലി നടക്കുന്നതാണ്. രാത്രി 1 മണിയാണ് സമയം. ദേശീയപാതയുടെ എഡ്ജ് ലൈനുകൾ വരയ്ക്കുന്നതാണ് അവരുടെ ജോലി. അവരുടെ സുരക്ഷയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം ഒരാൾ ഒരു ലൈനുമായി ഒരുപാട് മുമ്പേ നടന്നു പോവും. അതിനു പിറകിലായി മറ്റൊരാൾ പൊടികളൊക്കെ ഒഴിവാക്കാനായി ഒരു മെഷീനുമായി കടന്നു വരും. വാനിലുയർന്നു പറക്കുന്ന പൊടികളുടെ വെളിച്ചത്തിൽ മറ്റു വാഹനങ്ങൾക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് പിറകിൽ ഒരു ലോറിയുണ്ട്. ആ ലോറിയിലാണ് ഇവരുടെ പ്രധാന സജ്ജീകരണങ്ങളെല്ലാം ഉള്ളത്. ആ ലോറിയാണ് ഇവരുടെ സേഫ്റ്റി. പക്ഷേ ഇതിൽ വരുന്ന വാഹനങ്ങൾ എല്ലാം ഈ വാഹനത്തിൻ്റെ ലൈറ്റ് കണ്ട് നിർത്തണമെന്നില്ല. മുന്നിൽ പോകുന്ന ആളുടെ സേഫ്റ്റി എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചു. ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ബാഡ്ജ് പോലും അവരുടെ കയ്യിലില്ല. ആകെയുള്ളത് ഒരു സ്റ്റിക്കാണ്. ഒരു റെഡ് ലൈറ്റ് കത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു സ്റ്റിക്ക്. അതിന് പിറകുള്ള ലോറിയിലും ഇതേപോലെ ഒരുപാട് സ്റ്റിക്കുകളുണ്ട്. പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് രാത്രിയിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് രാത്രികളിലെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്ന മനുഷ്യരോട് പറയേണ്ടത് നിങ്ങളുടെ ജീവിതം അപകടത്തിലാണ് എന്നുള്ളതാണ്. ഒരു ദേശീയപാത നിർമ്മാണത്തിൻ്റെ സേഫ്റ്റി ഇത്രമാത്രമാണെങ്കിൽ ബാക്കിയുള്ളവയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇവരുടെയും വീട്ടിൽ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും.